ഇനി നമ്മൾ നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയെ പരിചയപ്പെടാൻ പോവുകയാണ്, ബഷീർ. ഈ ബഷീറിനെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. അതാരാണെന്ന് കണ്ടു തന്നെ അറിയാം. ജിംഗല ജിംഗല ജിംഗാജിൽ, ജിംഗല ജിംഗല ജിംഗാജിൽ. ആരായിരിക്കും? ആരോ. അത് ശരി, വിളിച്ചു വരുത്തിയിട്ട് ആളെ സ്വയിപ്പാക്കുക, ഇത് മോശം. ആണോ? എന്നാ പറയൂ, ആരെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം ഞാൻ. ആരെന്ന് ഞാനെന്ന് ഞാൻ പോലും അറിയില്ല. അല്ല, ഇത് നല്ല തമാശ. പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? പോട്ടെ, ഒന്ന് കാണാൻ പറ്റുമോ? ഏതായാലും വന്നില്ലേ, ഒന്ന് കണ്ടിട്ട് പോവാം. കാണണോ? കാണാം. കണ്ടാൽ എന്താ, നമുക്ക് എന്തേലും കഥ പറഞ്ഞോണ്ടിരിക്കാം. അല്ല പിന്നെ കഥ, അത് കൊള്ളാം. അപ്പോൾ ഇനി കഥാനേരമാണ്. പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരിസാഗര സീമയിൽ. കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? പിന്നെ കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട്? അതല്ലേ കഥയുടെ ഒരു ഇത്. ഏത്? അതാണ്. അറിയാത്ത കഥകൾ അറിയും ജിന്ന്, പറയാത്ത കഥകൾ പറയും ജിന്ന്, അറിവിന്റെ നിലവാര തുറക്കും ജിന്ന്, നേരിന്റെ നന്മകൾ നേരും ജിന്ന്. ജിന്ന് 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 ജിന്ന്. ജിന്നല്ലേ, കഥേന്റെ ജിന്ന്. കഥ വേണോ കാര്യം വേണോ? കാര്യം പറയുന്ന കഥ മതി. അമ്പടാ ആട്ടെ, നിനക്കെത്ര കഥയറിയാം? ഉമ്മ എപ്പോഴും പറയും ഞാനൊരു കഥ ഇല്ലാത്തവനാണെന്ന്. കഥ പറ. പണ്ട് അല്ല, അങ്ങനെയല്ലേ പതിവ്? ഇവിടെയാ പതിവില്ല. വിഖ്യാതമായ ഒരു കോട്ട് തന്നെയുണ്ട്. കഥകൾ കൊണ്ടാണ്, ആറ്റങ്ങൾ കൊണ്ടല്ല പ്രപഞ്ചം നിർമ്മിച്ചിട്ടുള്ളത് എന്ന്. ദ യൂണിവേഴ്സ് ഈസ് മേഡ് ബൈ സ്റ്റോറീസ്, നോട്ട് ബൈ ആറ്റംസ്. കേട്ടോ ബഷീറെ? എന്റെ പേരൊക്കെ അതൊക്കെ അറിയാം. ഇപ്പോ ബഷീറേന്ന് വിളിച്ചപ്പോ ഉണ്ടായത് ശബ്ദമല്ലേ? ശബ്ദത്തിന്റെ ഒരു വരവിനെ കുറിച്ചാണ് ആദ്യ കഥ. നമ്മൾ പറയുമ്പോൾ ശബ്ദമുണ്ടാവുന്നു, നമ്മൾ പാടുമ്പോൾ സംഗീതമുണ്ടാവുന്നു. ഈ അത്ഭുതത്തെ കുറിച്ചാണ് പറയുന്നത്. ലോകത്താദ്യമുണ്ടായത് ശബ്ദമാണ്. ഭൂമിയുടെ ഉത്ഭവം പോലും ബിഗ് ബാങ്ങിലാണെന്ന് ശാസ്ത്രജ്ഞരും പറയുന്നു. അനാദികാലം മുതൽക്കേ എല്ലാ ജീവികളെയും സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് നാദം. കിളികളുടെ മൊഴികൾ, സിംഹത്തിന്റെ ഗർജനം, ആനയുടെ ചിഹ്നം വിളി, കാട്ടരുവികളുടെ കളകളനാദം, വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ, കാറ്റിന്റെ ചൂളം വിളി. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ശബ്ദങ്ങളും തിരിച്ചറിയേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിനും ആശയവിനിമയത്തിനും ആവശ്യമായി വന്നു. ആദ്യ മനുഷ്യൻ ആശയവിനിമയത്തിന് ഉപയോഗിച്ചു പോന്ന ശബ്ദങ്ങൾ, വാദ്യഘോഷങ്ങൾ എല്ലാം പടിപടിയായി ചിട്ടയായി ഒരു ശൈലിയിലേക്ക് രൂപാന്തരപ്പെട്ടു. കഥകളതിസാദരം